നെല്ലിശ്ശേരി നിൽക്കുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. അതാ. സന്ദീപിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. ആതിരെ ഡിസ്ചാർജ് ചെയ്ത സ്ഥിതിക്ക് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോ. മോന് 1-2 ദിവസം ഇവിടെ നിൽക്ക്. അപ്പോ എവക്കും ഒരു ആശ്വാസമാവും. അവിടുത്തെ അച്ഛനോടും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ചിലപ്പോ വിഷമായാലോ. മാഷ് സേതുവേട്ടൊന്ന് വിളിക്കേ, എന്നിട്ട് കാര്യം പറ. എന്തായാലും സേതുവേട്ടനോട് കാര്യങ്ങൾ പറയണമല്ലോ. സേതുവിനെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. മാഷേ. സേതു, ഞാൻ ഒരു കാര്യം പറയാനാ ഇപ്പൊ വിളിച്ച്. ഞങ്ങളിപ്പോ ഇവിടെ ആശുപത്രി വന്നു. ആതിരെ ഡിസ്ചാർജ് ചെയ്തു. അവളെ ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ എന്ന് ചോദിക്കാനാ ഞാൻ വിളിച്ചേ. ആതിരെ നിങ്ങൾ കൊണ്ടുപോകുന്നതിന് എന്തിനാ മാഷെ എന്റെ അനുവാദം? അവളെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. പിന്നെ ഇവിടെ വെച്ച് ആതിരയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അതിന്റെ ഉത്തരവാദിത്വം എനിക്കും സന്ദീപിനോ. എന്റെ മകൻ കാരണം നിങ്ങൾക്കൊക്കെ വിഷമായെന്നറിയാം. മാഷ് അവനോട് ക്ഷമിക്കണം. ഏയ്, എന്താ സേതു ഇത്? എന്റെ മോടെ ഭാഗത്താ മുഴുവൻ തെറ്റെന്ന് ഞാൻ പറയും. അവള് കാണിച്ച കയ്യബദ്ധത്തിന് ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്തില്ല. ഇനി അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാ സേതു നല്ലത്. പരസ്പരം പറഞ്ഞ് വിഷമിക്കാന്നല്ലാതെ നമുക്കതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. അതെ, അതും ശരി തന്നെയാ. ആതിരെ മാഷ് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ സൗകര്യം പോലെ അങ്ങോട്ട് വന്ന് ആതിരയെ കണ്ടോളാം. ശരി സേതു, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ആയിക്കോട്ടെ മാഷെ. ഓ, എന്തായി, സേതുവേട്ടൻ സമ്മതിച്ച മാഷേ? സമ്മതിച്ചു. ഇവളിങ്ങനെ ചെയ്തതില് സേതു നല്ല വിഷമമുണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കോ? നമ്മുടെ അവസ്ഥ അത് തന്നെയല്ലേ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവളിങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഇനി അവളെ വഴക്ക് പറയണ്ട അമ്മേ. അവക്കൊരബദ്ധം പറ്റിയതാ. ഇനി ഒരിക്കലും ആതിര അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. അല്ലേ മോളെ?